ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ വചനം തിരുവചനം ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം സമർപ്പണത്തിൻ്റെ ഇടയിൽ വെച്ച് ഉറങ്ങിപ്പോയ അബ്രഹാം എന്നതിനെ പറ്റിയാണ്. 1 സാമുവേൽ 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം പറയുന്നു, നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. ഇത് മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ ഓരോ വചനത്തെയും നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. അതിനെ ഒട്ടും ലാഘവത്വത്തോടെ കാണരുത്. ഇവിടെ ദൈവം എന്നോടും നിങ്ങളോടും പറയുകയാണ്, നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ ഇത് വ്യക്തമാക്കി തരാം. ഞാൻ നിങ്ങൾക്ക് ഒരു പെൻ തരിക എന്ന് വിചാരിക്കുക, ഒരു പേന തരിക എന്ന് വിചാരിക്കുക. അതിൻ്റെ ക്യാപ്പ് ഞാൻ ഊരി കയ്യിൽ പിടിച്ചിട്ട് അതിൻ്റെ ബാക്കി ഭാഗം മാത്രം ഞാൻ നിങ്ങൾക്ക് തന്നാൽ, ഞാൻ നിങ്ങൾക്ക് പേന മുഴുവനുമായിട്ട് തന്നിട്ടില്ല. അതിൻ്റെ ചെറിയൊരു ഭാഗം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ആ പെൻ വെച്ച് എഴുതാമെങ്കിലും എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ പെൻ എവിടെയെങ്കിലും സൂക്ഷിക്കണമെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എൻ്റെ സമർപ്പണം പൂർണ്ണമായില്ല എന്നാണ് അർത്ഥം. വീട്ടിൽ ചോറ് നമുക്ക് തരുന്ന അമ്മച്ചി ചോറ് മാത്രം കൊണ്ടുവന്ന് വയ്ക്കുന്നു, കൂട്ടത്തിൽ ഒരു ചെറിയ പയറുകറിയും കൊണ്ടുവന്ന് വയ്ക്കുന്നു, ഒഴിക്കാനായിട്ട് യാതൊന്നുമില്ല. അവിടെ അമ്മച്ചി നമുക്ക് തന്ന സമർപ്പണം പൂർണ്ണമായിട്ടില്ല. തന്നു എന്ന് ചോദിച്ചാൽ തന്നു, പക്ഷെ അവിടെ തന്നത് പൂർണ്ണമായിട്ടില്ല. ഇതുപോലെ ദൈവം നമ്മളോട് പറയുകയാണ്, ദൈവത്തിന് നമ്മൾ എന്ത് കൊടുത്താലും അത് പൂർണ്ണമായിരിക്കണം. ദൈവം പറയുകയാണ്, നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. പിടിച്ചു വയ്ക്കാൻ പാടില്ല, അപൂർണതകൾ പാടില്ല, ഇതെനിക്ക് വേണമെന്ന് പറയാൻ പാടില്ല. പകരം ഇത് മുഴുവൻ എൻ്റെ ദൈവത്തിനുള്ളതാണ് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. അബ്രഹാം അതിന് യെസ് ലോർഡ്, ഇതാ കർത്താവേ എന്ന് മറുപടി പറയുന്നതിൻ്റെ അടയാളമായിട്ട് ഒരു ബലിപീഠം ഒരുക്കി അതിൽ ബലിവസ്തുക്കളെ നിരത്തി വയ്ക്കുന്ന രംഗം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അബ്രഹാം കാളകളെയും പക്ഷികളെയും ജീവജാലങ്ങളെയും ഒക്കെ രണ്ടായിട്ട് പിളർന്ന് അതിനെ കൊന്ന് ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അബ്രഹാം അവിടെ തുടക്കമിടുന്നു. എല്ലാ മൃഗങ്ങളെയും ആഴത്തിൽ കീറി മുറിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ അബ്രഹാം തുറന്നു വയ്ക്കുന്നു. ഇതെന്തിനെ കാണിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ലാതെ എൻ്റെ ആന്തരികമായിട്ടുള്ള കുറവുകളെയും ബലഹീനതകളെയും പോലും ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാവേളയിൽ തുറന്നു കാണിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഒളിക്കാൻ ഒന്നുമില്ല, മറച്ചു പിടിക്കാൻ ഒന്നുമില്ല. കർത്താവേ, ഇതാ ഞാൻ, എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതകൾ. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ യേശു പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, യോനയുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉപകർത്താവ് എന്ന് പറയുന്നു. 2-ാം പ്രാവശ്യവും ചോദിച്ചപ്പോഴും നല്ല വീറോടെ തന്നെ പത്രോസ് പറഞ്ഞു, യെസ് ലോർഡ്. എന്നാൽ 3-ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസ് പരുങ്ങല്ല എന്ന് മാത്രമല്ല, പത്രോസ് ഇങ്ങനെ കൂടെ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നല്ലോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പക്ഷേ നീ എല്ലാം അറിയുന്നു. എൻ്റെ ആന്തരികതയെ നീ അറിയുന്നു, എൻ്റെ കുറവുകളെ നീ അറിയുന്നു. ആരെങ്കിലും ഒന്ന് ഭയപ്പെടുത്തിയാൽ നിന്നെ തള്ളി ഞാൻ പറഞ്ഞു പോകുമെന്നുള്ള എൻ്റെ ബലഹീനതകൾ നീ വ്യക്തമായിട്ട് കാണുന്നു. എൻ്റെ ശക്തിയില്ലായ്മയെ നീ അറിയുന്നു. നീ എല്ലാം അറിയുന്നു. എനിക്ക് ഒളിക്കാനൊന്നുമില്ല, എനിക്ക് മറയ്ക്കാനൊന്നുമില്ല. പത്രോസ് എന്ന് പറയുന്ന ആൾ ഇത്രയേ ഉള്ളൂ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് തന്നെയാണ് ഇവിടെ അബ്രഹാം കാണിച്ചു കൊടുക്കുന്നത്. എല്ലാത്തിനെയും പിളർന്ന് അതിൻ്റെ മുഴുവനും ദൈവത്തിന് കൊടുക്കുകയാണ്. പിന്നീട് സമയം മുന്നോട്ട് പോകുമ്പോൾ വെയിൽ ഉദിച്ച് നട്ടുച്ചയാകുന്ന സമയത്ത് അബ്രഹാം അതിൻ്റെ ചൂടെല്ലാം ഏറ്റ് അവിടെ നിന്ന് മാറാതെ തന്നെ ഇരിക്കുകയാണ്. മനോഹരമായ സമർപ്പണമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കഴുകന്മാർ പറന്നു വരികയാണ് ഈ ഇറച്ചിയെല്ലാം കൊത്തിക്കൊണ്ട് പോകാൻ. അബ്രഹാം അതിനെല്ലാം ഒരു വടിയെടുത്ത് അടിച്ചോടിക്കുന്നുണ്ട്. ഇതെന്തിനെ കാണിക്കുന്നു? ഞാൻ എൻ്റെ സമർപ്പണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്നെ തകർക്കാൻ വരുന്ന പ്രലോഭനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഓടിക്കണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രലോഭനങ്ങളെ ചെറുക്കണമെന്നുള്ള മനോഹരമായ സന്ദേശം നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം തരികയാണ്. ഇവിടെ എല്ലാം സിംബോളിക്കാണ്, എല്ലാം പ്രതീകാത്മകമായിട്ട് കാണിക്കുകയാണ്. അബ്രഹാം വിജയിക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ
വൈകുന്നേരമായപ്പോൾ അബ്രഹാം തളർന്നു പോയി. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രത്യക്ഷപ്പെടേണ്ടത് ഏതാണ്ട് വൈകുന്നേരമാണ്. സമർപ്പണത്തിൻ്റെ ഒടുവിലാണ് ദൈവം വന്ന് അതിനെ അഗ്നി ഇറക്കി ആ ബലി സ്വീകരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരമായ സമയത്ത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, ക്ഷീണം കൊണ്ടോ തളർച്ച കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ എന്നറിയില്ല, അബ്രഹാം ഒരു വലിയ ഉറക്കത്തിലേക്ക് വീണുപോയി. പിന്നീട് അവിടെ നടന്നതൊന്നും അബ്രഹാമിന് അറിഞ്ഞുകൂടാ. അബ്രഹാം ഈ വസ്തുക്കളുടെ മുൻപിൽ, ബലിപീഠത്തിൻ്റെ മുൻപിലിരുന്ന് അബ്രഹാം നല്ലതായിട്ട് അങ്ങ് ഉറങ്ങി. ദൈവത്തിൻ്റെ വചനം എഴുതി വച്ചിരിക്കുന്നു, ഭീകരമായ ഒരു അന്ധകാരം, ഗാഢമായ ഒരു അന്ധകാരം അവിടെ മുഴുവൻ വ്യാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമർപ്പണ സമയത്ത് നാം ഉറങ്ങിപ്പോയാൽ നമ്മുടെ പ്രകാശം നഷ്ടപ്പെടും. സമർപ്പണത്തിൽ നാം പുറകോട്ട് പോയാൽ അഭിഷേകം നഷ്ടപ്പെടും. സമർപ്പണത്തിൽ നമ്മൾ പുറകോട്ട് പോയാൽ ദൈവിക ചൈതന്യം നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ ഇരുട്ടിലായി പോകും. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ പോയത് ഓർക്കുകയാണ്. അവിടെ ഞാൻ ഏതാണ്ടൊരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആ സ്ഥലത്ത് ഞാൻ ചെല്ലുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ എന്നെ സ്വീകരിക്കാനായിട്ട്, എന്നെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരനെ എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം ദൈവീക തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നു, സ്വർഗീയ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോഴേ നമുക്കറിയാം സമർപ്പണത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട്, ഒരുപാട് കുടുംബഭാരങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലും മനോഹരമായിട്ട് സമർപ്പിച്ച് യേശുവിനും സഭയ്ക്കും വേണ്ടി ജീവിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ. ഞാൻ എൻ്റെ മനസ്സിൽ കരുതി, ഭാവിയിൽ ദൈവത്തിന് ഇദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സമർപ്പണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാമായിരുന്നു. എന്നാൽ 10 വർഷത്തിന് ശേഷം ഞാൻ അതേ സ്ഥലത്ത് വീണ്ടും ചെന്നപ്പോൾ ഈ ചെറുപ്പക്കാരനെ അവിടെ കാണാനായിട്ട് സാധിച്ചു. അദ്ദേഹം ദൈവിക പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു. സഭയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ സ്തോത്രക്കാഴ്ചയിൽ പാത്രത്തിലിടും, തിരിച്ചു പോകും. പള്ളിയുമായിട്ട് വേറെ ഒരു ബന്ധങ്ങളുമില്ല. ദൈവരാജ്യ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം അധ്വാനിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ശുശ്രൂഷ കഴിഞ്ഞ് അദ്ദേഹത്തെ ഞാൻ അടുത്ത് വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. ആദ്യം ഉണ്ടായിരുന്ന 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മുഴുവൻ ചൈതന്യവും നഷ്ടപ്പെട്ടു, മുഴുവൻ പ്രകാശവും നഷ്ടപ്പെട്ടു. അന്ധകാരം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വ്യാപരിച്ചിരുന്നത് കാണാനായിട്ട് എനിക്ക് സാധിച്ചു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, സമർപ്പണത്തിൽ അദ്ദേഹം പുറകോട്ട് പോയി. വ്യക്തിപരമായ പ്രാർത്ഥന ഏതാണ്ട് 2-3 മാസങ്ങളായിട്ട് തന്നെ അദ്ദേഹം മുടക്കിക്കിടക്കുന്നു. ജപമാല ചൊല്ലാറില്ല, ബൈബിൾ വായിക്കാറില്ല, ഞായറാഴ്ച അല്ലാതെ പള്ളിയിൽ ഒരിക്കൽ പോലും പോയി വിശുദ്ധ കുർബാനയിലുള്ള കർത്താവിനെ സ്വീകരിക്കാറില്ല. സമർപ്പണത്തിൽ ഒത്തിരി പുറകോട്ട് പോയ ഒരു മനുഷ്യൻ. അദ്ദേഹം എന്നോട് പറയുണ്ടായി, ബ്രദറെ, ആദ്യം ചെറിയ രീതിയിലാണ് എൻ്റെ സമർപ്പണത്തിൽ ഞാൻ പോയത്, പിന്നീട് അത് വലിയ രീതിയിൽ ആയിപ്പോയി. ഉത്തമ ഗീതങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറിയ കുറുക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മുന്തിരിത്തോട്ടം നശിപ്പിക്കാൻ വരുന്ന ചെറിയ കുറുക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മുടെ ജീവിതമാണ് ഈ മുന്തിരിത്തോട്ടം, നമ്മുടെ വിശ്വാസ ജീവിതമാണ് ഈ മുന്തിരിത്തോട്ടം, ദൈവമൊത്തുള്ള നമ്മുടെ ആനന്ദകരമായ അഭിഷേകം നിറഞ്ഞ ജീവിതമാണ് ഈ മുന്തിരിത്തോട്ടം. മുന്തിരിയുടെ ഫലങ്ങളെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന മനോഹരമായ ദൈവിക ഫലങ്ങളാണ്. ഇത് നശിപ്പിക്കാൻ വരുന്ന ചെറിയ കുറുക്കന്മാരെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിലുള്ള സമർപ്പണമില്ലായ്മ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും. എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവം, ഹെൻറി 8-ാമൻ രാജാവും കത്തോലിക്ക സഭയും തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വലിയ പിടിവലിയാണ്. കത്തോലിക്ക സഭയുടെ പഠനങ്ങൾക്കെതിരായി ഹെൻറി 8-ാമൻ രാജാവ് തൻ്റെ ഭാര്യ ജീവിച്ചിരിക്കെ ഭാര്യയുടെ തോഴിയെ കല്യാണം കഴിക്കണമെന്ന് മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ടപ്പോൾ മാർപ്പാപ്പ അതിന് സമ്മതിച്ചില്ല. അന്ന് ക്ലെമന്റ് 7-ാമൻ മാർപ്പാപ്പയാണ് തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. രാജാവ് പറഞ്ഞു, ഞാൻ രാജാവാണ്, താങ്കൾ വെറും ഒരു മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ പറഞ്ഞു, താങ്കൾ രാജാവായാലും ചക്രവർത്തി ആയാലും സഭയുടെ പഠനങ്ങളിൽ ഞാൻ പുറകോട്ട് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങനെ തർക്കം രൂക്ഷമായ സമയത്ത് ഇതൊന്ന് പരിഹരിക്കാൻ വേണ്ടി ഹെൻറി 8-ാമൻ രാജാവ് ഒരു വ്യക്തിയെ, ഒരു പ്രതിനിധിയെ മാർപ്പാപ്പയെ കാണാനായിട്ട് അയക്കുകയാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നും മാർപ്പാപ്പയെ കാണാനായിട്ട് വരുന്നു. മാർപ്പാപ്പ അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് ടൈം കൊടുത്തു. ആ ടൈമിന് തന്നെ അദ്ദേഹം വന്നെത്തി. പക്ഷെ അദ്ദേഹം കൂട്ടത്തിൽ തൻ്റെ വളർത്തു പട്ടിയെ കൂടെ കൊണ്ടുവന്നു. ചെറിയൊരു പട്ടി, ഒരു പോമറേനിയൻ ടൈപ്പ് പട്ടിയാണ്. അദ്ദേഹം വളർത്തുന്ന നല്ല ഓമനത്വമുള്ള ഒരു പട്ടി. അദ്ദേഹം അതിനെ തുടലിൽ ഇങ്ങനെ കെട്ടിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ മാർപ്പാപ്പയെ കാണാൻ വരുമ്പോൾ ഇദ്ദേഹം പട്ടിയെ കൂടെ കൊണ്ടുവന്നു. ആരും അത് ശ്രദ്ധിച്ചില്ല.
ഇദ്ദേഹം മാർപ്പാപ്പയുടെ അടുത്ത് വന്നു. മാർപ്പാപ്പയുടെ മുൻപിലോട്ട് ഇദ്ദേഹം മുട്ടുകുത്തി നിന്നു. എന്നിട്ട് കാലുകളിൽ ഇദ്ദേഹം മാർപ്പാപ്പയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഈ സമയത്ത് അടുത്ത് നിന്ന പട്ടി എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇദ്ദേഹം മാർപ്പാപ്പയുടെ കാലുകളിൽ ചുംബിക്കുന്നത് കണ്ടിട്ട് പട്ടി അടുത്തേക്ക് വന്നിട്ട് മാർപ്പാപ്പയുടെ കാലുകളിലെ തള്ളവിരലിൽ ഒരു കടി കൊടുത്തു. മാർപ്പാപ്പയുടെ ഗാർഡ്സ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. കൊച്ചു പോലീസിനെ പോലത്തെ ആളുകളാണ്. അവരെല്ലാവരും കൂടെ ഓടി വന്ന് അവിടെ ഇട്ട് തന്നെ പട്ടിയെ അടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി തല്ലിക്കൊന്നു. ഈ പ്രതിനിധിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല. അദ്ദേഹം വളരെ സ്നേഹിച്ച് വളർത്തിയ പട്ടിയാണ്. പട്ടി ചത്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആകപ്പാട് അസ്വസ്ഥനായി. ഇദ്ദേഹം അവിടെ വെച്ച് തന്നെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. തിരിച്ച് ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ വന്ന് ഹെൻറി 8 രാജാവുമായിട്ട് ഇദ്ദേഹം ഇല്ലാത്ത കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുത്തു. സഭയുമായിട്ടുള്ള തർക്കം രൂക്ഷമായി. ഒടുവിൽ സംഭവിച്ചത് സഭയിൽ നിന്നും ഹെൻറി 8 രാജാവ് ഇംഗ്ലണ്ടിലെ ജനങ്ങളെ മുഴുവൻ അടർത്തി മാറ്റി പുതിയൊരു സഭയ്ക്ക് തുടക്കം കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അവിടെ അതാരും ശ്രദ്ധിച്ചില്ല. ഒരു ചെറിയ പട്ടിയല്ലേ കൂടെ പോകുന്ന വിചാരിച്ച് ആരും തടഞ്ഞില്ല. അവിടെ പട്ടി അറിയാതെയാണല്ലോ കടിച്ചെന്ന് വേറെ ആരും ഓർത്തില്ല. എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഒടുവിൽ അത് സഭയുടെ പിളർപ്പിലേക്ക് എത്തുന്ന തരത്തിൽ ഒരു അനുരഞ്ജനത്തിൻ്റെ സാധ്യതയെ അടച്ചു കളഞ്ഞുകൊണ്ട് വലിയൊരു തകർച്ചയിലേക്ക് ഇത് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറിയ കുറുക്കന്മാരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. അബ്രഹാം ഉറങ്ങിപ്പോയ സമയത്ത് അന്ധകാരം വ്യാപിക്കുന്നു. ഒപ്പം ദൈവമായ കർത്താവ് കടന്നു വന്നിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, നിന്റെ മക്കൾ ഈജിപ്തിൽ 400 വർഷക്കാലം അടിമകളായി താമസിക്കേണ്ടതായിട്ട് വരും. ഇത് വായിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം വലിയൊരു മെസ്സേജ് ഇവിടെ വച്ചിട്ടുണ്ട് ദൈവം. നമ്മുടെ സമർപ്പണത്തിൽ നമ്മൾ ഉറങ്ങിപ്പോയാൽ നമ്മൾ മാത്രമല്ല അടിമകളായി പോകാൻ പോകുന്നത്, നമ്മുടെ മക്കൾ പോലും അടിമകളായി തീരുന്നു. ഒരു ഭവനത്തിൽ കുടുംബനാഥൻ മദ്യപാനത്തിൻ്റെ അടിമയായി തീർന്നാൽ അദ്ദേഹം മാത്രമല്ല തകരുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കരയുന്നു, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാതെ അവർ തകരുന്നു, നല്ല വസ്ത്രം ധരിക്കാൻ പറ്റാതെ അവർ തകരുന്നു, പുറത്തിറങ്ങി നടക്കുമ്പോൾ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നു. കാരണം അപ്പൻ ചിലപ്പോൾ റോഡിൻ്റെ മധ്യത്തിലൂടെ 4 കാലിലായിരിക്കും നടന്നു പോകുന്നത്. ഇത് കാണുന്ന കൂട്ടുകാർ കളിയാക്കുന്നു. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്നകലുന്നു, സഭയിൽ നിന്നകലുന്നു, മാതാപിതാക്കളിൽ നിന്നകലുന്നു, അവർ പാപത്തിൻ്റെ അടിമകളായിത്തീരുന്നു. ഇതിനെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവം അബ്രഹാമിനോട് പറയാണ്, നിന്റെ ഈ ഒരു ഉറക്കം മൂലം എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, നിന്റെ മക്കൾ ഈജിപ്തിൽ 400 വർഷക്കാലം അടിമകളായി താമസിക്കേണ്ടതായിട്ട് വരും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം ഇതാണ്. ദൈവം നമുക്കായിട്ട് കരുതിയിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും നമ്മുടെ കൈകളിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ സമർപ്പണത്തിൽ നാം ഒരിക്കൽ പോലും ഉറങ്ങാൻ പാടില്ല. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ യേശു ക്രിസ്തു പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു വചനം ഇതാണ്, പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. സ്വർഗം വിട്ടി ഭൂമിയിലേക്ക് ത്രിത്വത്തിലെ രണ്ടാമനായ യേശു ക്രിസ്തു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഗർഭപാത്രത്തിലേക്ക് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്നതിന് തൊട്ട് മുൻപായി, അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന സമയത്ത് പിതാവായ ദൈവത്തെ നോക്കി പറയുന്ന മനോഹരമായ ഒരു വചനമാണ്, പിതാവേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. സ്വർഗം വിട്ട് ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് ഒരു വലിയ സമർപ്പണത്തിനാണ് പിതാവേ. അതെൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 33.5 വർഷം മനുഷ്യനായി ജീവിച്ചു യേശു. എന്നിട്ട് ആ ജീവിതത്തിൻ്റെ ഒടുവിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ യേശു പിതാവിനെ നോക്കി വീണ്ടും പറയുന്നു, പിതാവേ, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അവിടത്തെ മഹത്വപ്പെടുത്തി. എൻ്റെ പിതാവേ, 33.5 വർഷക്കാലങ്ങൾക്ക് മുൻപ് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഞാൻ പിതാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു, അവിടുത്തെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വരുന്നതെന്ന്. ഇതാ ഞാൻ ഈ 33.5 വർഷക്കാലവും അത് കാത്തു സൂക്ഷിച്ചു. എൻ്റെ സമർപ്പണത്തിൽ നിന്ന് ഞാൻ ഒരിക്കൽ പോലും പുറകോട്ട് പോയില്ല. ഇപ്പോൾ എനിക്ക് പറയാനുണ്ട്, പിതാവേ, അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. പിതാവേ, ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ അവസാനം ദൈവമുഖത്ത് നോക്കി പറയേണ്ട ഒരു വചനമാണിത്. ഭൂമിയിൽ അങ്ങെനിക്ക് തന്ന കുടുംബത്തെ ഞാൻ മനോഹരമായിട്ട് നോക്കി, എൻ്റെ മക്കളെ ഞാൻ മനോഹരമായിട്ട് യേശുവിൽ വളർത്തിയെടുത്തു. അവരാരും വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഞാൻ അവർക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് കൈകളെ വിരിച്ചു പിടിച്ചു. എൻ്റെ ഒരു മകൻ വഴിതെറ്റിപ്പോയപ്പോൾ ഞാൻ വെള്ളിയാഴ്ചകളിലും ബുധനാഴ്ചകളിലും ആരും കാണാതെ ഉപവാസമെടുത്തു, ഉച്ചയ്ക്കത്തെ ആഹാരം കഴിക്കാതെ.
ഞാൻ ഒറ്റയ്ക്ക് ഒരു ആരാധനാ മഠത്തിൽ പോയിരുന്ന് കൈകൾ വിരിച്ചു പിടിച്ച് എൻ്റെ ധൂർത്തപുത്രനായ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒടുവിൽ അവൻ മടങ്ങി വരുന്നത് വരെ ഞാൻ പ്രാർത്ഥിച്ചു. പിതാവേ, അവൻ മടങ്ങി വരിക തന്നെ ചെയ്തു. എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ നിർവഹിച്ചു. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ വന്നെങ്കിലും അവിടെയെല്ലാം ഞാൻ കുമ്പസാരക്കൂടിനെ അഭയം പ്രാപിക്കുകയും ഞാൻ പാപക്ഷമ ഏറ്റുവാങ്ങുകയും വീണ്ടും ഞാൻ അങ്ങയുടെ കൈക്ക് പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി പിതാവേ. ഭൂമിയിൽ അങ്ങനെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് എൻ്റെ പിതാവേ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. യേശുവിൻ്റെ വാക്കുകൾ ഞാനും നിങ്ങളും ജീവിതാന്ത്യത്തിൽ പറയേണ്ടതാണ് എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പൗലോസ് ശ്ലീഹായ്ക്ക് ഇത് പറയാനായിട്ട് സാധിച്ചു. തിമോത്തി എന്ന അരുമ ശിഷ്യനെ അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മകനെ, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, ഞാൻ നല്ല ഓട്ടമോടി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു, ഞാൻ നല്ല ഓട്ടമോടി, എൻ്റെ സമർപ്പണത്തിൽ ഞാൻ ഉറച്ചു നിന്നു, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു, യുദ്ധം ചെയ്തു, ഞാൻ ആത്മീയ സമരം ചെയ്തു, ഞാൻ പരാജയപ്പെട്ടു പോകാൻ ദൈവം ഇടയാക്കിയില്ല, ഞാൻ വിജയിച്ചു, എൻ്റെ സമർപ്പണം പൂർത്തിയായി, ഞാൻ രക്തസാക്ഷിത്വത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. അദ്ദേഹം തിമോത്തിയോസിന് മനോഹരമായ ഒരു കത്തെഴുതുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് ധ്യാനങ്ങൾ കൂടുന്നുണ്ട്, അവിടെ വച്ചൊക്കെ ഒരുപാട് തീരുമാനമെടുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിപ്പോവുകയാണ്. അതുകൊണ്ടാണ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് നീ എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നീ സമർപ്പണത്തിൽ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ മോനെ മോളെ നീ ഉണരുക. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. സമർപ്പണത്തിൽ ഉറങ്ങിപ്പോയ വ്യക്തി മരിച്ചു കിടക്കുകയാണ്, ആത്മീയമായിട്ട് മരിച്ചു കിടക്കുക. ദൈവത്തിൻ്റെ വചനം കടന്നു വരുന്ന സമയത്ത് നീ എഴുന്നേൽക്കണം. ഇപ്പോൾ ശാലോം ടിവിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മോനെ മോളെ നീ എഴുന്നേൽക്കണമെന്നാണ് ദൈവം പറയുന്നത്. നിന്റെ തകർന്നു പോയ സമർപ്പണത്തെ നീ പുതുക്കി പണിയണം, നീ എഴുന്നേറ്റ് വരണം. ഉത്തരം ദൈവം പറയുന്നു, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും, നിന്റെ അന്ധകാരം മാറും, കർത്താവിൻ്റെ പ്രകാശം നിന്റെ മേൽ കടന്നു വരും, ദൈവത്തിൻ്റെ ചൈതന്യം നിന്റെ മേൽ വരും, ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ മേൽ വരും. ഒരിക്കൽ കൂടി നീ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞ ഒരു ദൈവ പൈതലായിട്ട് മാറും. ബൈബിളിൽ ഉടനീളം സമർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട അനേക സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ മനസ്സിലേക്ക് യൂദാസിനെ കുറിച്ച് മരിയ വാൾത്തോർത്തയുടെ പുസ്തകത്തിൽ മരിയ വാൾത്തോർത്ത എഴുതിയിരിക്കുന്ന ഒരു രംഗം ഓർമ്മ വരികയാണ്. യൂദാസ് യേശു തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ട് സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നാണ് മരിയ വാൾത്തോർത്തയ്ക്ക് ഈശോ കൊടുക്കുന്ന ദർശനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരിക്കൽ യേശു താനും പിതാവ് ഒന്നാണ് എന്ന് പറഞ്ഞ സമയത്ത് ജനങ്ങൾ യേശുവിനെ കല്ലെറിയുന്ന രംഗം നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അവർ കല്ലുകൾ എടുക്കുന്ന സമയത്ത് മരിയ വാൾത്തോർത്തയ്ക്ക് ഈശോ ആ രംഗത്തിൻ്റെ പൂർണ്ണമായ ഒരു വിവരണം ദർശനത്തിലൂടെ കൊടുക്കുന്നത് കാണാം. ഈശോയെ കല്ലെറിയുന്ന സമയത്ത് യൂദാസാണ് ആദ്യം കയറി ഈശോയുടെ മുൻപിൽ നിൽക്കുന്നത്. സത്യത്തിൽ 2 ഏറ് യൂദാസിന് കിട്ടുന്നുമുണ്ട്. അത്രമാത്രം സമർപ്പിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. കർത്താവിന് ഒരു ഏറ് പോലും കിട്ടാൻ പാടില്ല. അത് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി എന്നെ എറിഞ്ഞോ എന്നും പറഞ്ഞിട്ട് കൈ രണ്ടും കൂടെ വിരിച്ചു പിടിച്ച് ഈശോയുടെ മുൻപിൽ കയറി ആദ്യമേ നിൽക്കുന്നത് യൂദാസാണ്. യൂദാസിൻ്റെ നെഞ്ചിലും തലയിലും ഓരോ കല്ല് വന്ന് വീഴുന്നുണ്ട്, രക്തമൊഴുകുന്നുണ്ട്. ഈശോയ്ക്ക് ഇത് ഒത്തിരി സങ്കടമാകുന്നുണ്ട്. അത്രമാത്രം സമർപ്പണത്തിൽ ഒരു പട്ടാളക്കാരനെ പോലെ ഉറച്ചു നിന്ന വ്യക്തിയാണ് യൂദാസ്. എന്നാൽ പിന്നീട് ഈശോ വന്നിരിക്കുന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണെന്നും ഒരു പട്ടാള ഭരണത്തിന് ഈശോ എതിരാണെന്നും റോമാക്കാർക്കെതിരെ ഈശോ യുദ്ധം ചെയ്യത്തില്ല എന്ന് മനസ്സിലായപ്പോൾ, ഈശോ വാളെടുത്ത് റോമൻ പട്ടാളക്കാരെ വെട്ടത്തില്ലെന്ന് മനസ്സിലായപ്പോൾ യൂദാസിൽ ഉറങ്ങിക്കിടന്ന തീവ്രവാദ സ്വഭാവം ശക്തമായിട്ട് പുറത്തു വരികയും അവൻ സമർപ്പണത്തിൽ ഉറങ്ങിപ്പോവുകയും ചെയ്തു. അതോടെ അവൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായിപ്പോയി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മൾ ദൈവത്തോടുകൂടെ പോകുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. എൻ്റെ മകൻ ഡോക്ടറാകണം, മകൾ IAS കാരിയാകണം. ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ പദ്ധതികളൊക്കെ ഒന്ന് തകിടം പറഞ്ഞിട്ട് മകൻ വൈദികനാകാൻ പോകുന്നത്. എൻ്റെ അപ്പച്ച എനിക്ക് അച്ഛനാകണമെന്നും പറഞ്ഞ് അവൻ പെട്ടിയെടുക്കുക സെമിനാരിക്ക് പോകാൻ. ഇതോടെ ഈ IAS കാരനാക്കണമെന്നും പറഞ്ഞ് കഴിഞ്ഞ 15 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പച്ചൻ്റെ വിശ്വാസം പോവും. യൂദാസിന് പറ്റിയത് ഇത് തന്നെ ശരിക്കും. ഈശോയുടെ മുമ്പിൽ കയറി ഏറ് മേടിച്ച ഈ വലിയവനായ യൂദാസ് ഒരു ചെറിയവനായി തീരുന്നത് അവൻ്റെ പ്രാർത്ഥനകളും ഉദ്ദേശങ്ങളും ദൈവം നിറവേറ്റി കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ്. ചില വലിയ പ്രാർത്ഥനക്കാരായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ എത്തുന്നില്ല എന്ന് കാണുമ്പോൾ സമർപ്പണത്തിൽ നിന്ന് നേരെ താഴോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ സ്നേഹത്തോടുകൂടെ വിളിക്കുക, നിങ്ങളുടെ സമർപ്പണം പരിപൂർണമായിരിക്കട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ മറിയത്തെ പോലെ
ഞാൻ ഈ അടുത്ത നാളിൽ ചില മനുഷ്യർ ശാലോം ടി വിയിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർ പറയുന്നത് കേട്ടു. ജീവിതത്തിൽ 25 കൊല്ലമായിട്ട് വിശുദ്ധ കുർബാന ഒരു ദിവസം പോലും മുടക്കാത്തവർ. ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഞാൻ ആലോചിക്കും, ദൈവം ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ സമർപ്പിക്കാൻ പറ്റുന്നത്? ഭാര്യയും മക്കളും ഒക്കെ ഉള്ളവരാണ്, ഭർത്താവും മക്കളും ഉള്ളവരാണ്. ഏത് കഷ്ടപ്പെട്ടാണെങ്കിലും ഇടവകയിൽ കുർബാന ഇല്ലെങ്കിൽ 7-8 കിലോമീറ്ററുകൾ, മൈലുകൾ, അല്ലെങ്കിൽ 3-4 മണിക്കൂറുകൾ സഞ്ചരിച്ച് വേറെ എവിടെയെങ്കിലും പോയി വിശുദ്ധ കുർബാന എടുക്കാൻ സമർപ്പിക്കുന്നവർ. ഇതുപോലെ ഓരോ കാര്യത്തിലും ജപമാല മുടക്കാത്തവർ, ആഴ്ചയിലുള്ള ഉപവാസം മുടക്കാത്തവർ, കുടുംബ പ്രാർത്ഥന മുടക്കാത്തവർ, വ്യക്തിപരമായ പ്രാർത്ഥന ഒരിക്കൽ പോലും മുടക്കാത്തവർ. പ്രിയപ്പെട്ടവരെ, ദശാംശം കൊടുക്കുന്നത് മുടക്കാത്തവർ, പാവങ്ങളെ സഹായിക്കുന്നത് മുടക്കാത്തവർ, സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾ. ദൈവം നമ്മളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കുവിൻ. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാകാൻ ഭാഗ്യം കിട്ടിയ വലിയ മനുഷ്യനായ യൂദാസ് സമർപ്പണത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വന്നിട്ട് പത്രോസിനോടൊപ്പം ഒരു വലിയ സിംഹത്തെ പോലെ ദൈവത്തിൻ്റെ വചനം ഗർജിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് സാത്താനെ ചവിട്ടി അരച്ച് അവൻ്റെ മുകളിലൂടെ നടന്ന് ഒരു തീപ്പന്തമായി മാറേണ്ടിയിരുന്ന യൂദാസല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ഓർത്തു നോക്കുക. അപ്പോസ്തലന്മാർ 11 പേരും അഭിഷേകത്തിൻ്റെ അഗ്നി കൊണ്ട് നിറഞ്ഞ സമയത്ത് യൂദാസിന് പകരം അഗ്നി വന്ന് വീണത് മത്തിയാസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പുറത്താണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. മത്തിയാസിൻ്റെ പുറത്ത് വന്ന തീ യൂദാസിൻ്റെ പുറത്തല്ലായിരുന്നു വരേണ്ടിയിരുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായി, അന്ധന് കാഴ്ച കൊടുക്കുന്നവനായി തീർന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു ദൈവവചനത്തിലെ എത്രയോ അധ്യായങ്ങൾ യൂദാസ് എഴുതുമായിരുന്നു. ഒരുപക്ഷെ പൗലോസ് പോലും തിരഞ്ഞെടുക്കപ്പെടുമായിരുന്നോ? എൻ്റെ ഒരു സംശയമാണ്, എനിക്കറിയത്തില്ല. പൗലോസ് ബുദ്ധിമാനായിരുന്നു. പൗലോസിനെ പോലത്തെ ബുദ്ധിയുള്ളൊരു വ്യക്തിയായിരുന്നു യൂദാസ്. ഒരുപക്ഷേ യൂദാസിന് പകരമാണോ ദൈവം പൗലോസിനെ തിരഞ്ഞെടുത്തത്? എനിക്കറിയില്ല. സ്വർഗത്തേലുമ്പോൾ നമുക്ക് ചോദിക്കാം. ഒരുപക്ഷെ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങൾ യൂദാസ് ആയിരുന്നോ എഴുതേണ്ടിയിരുന്നത്? നമുക്കറിയത്തില്ല. സകലതും അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചു വച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യ മനസ്സ് മനസ്സിലാക്കിയിട്ടില്ല. ഇത് നമ്മളെല്ലാം അണ്ടർലൈൻ ചെയ്ത് വച്ചിട്ടുണ്ട്, അടിവരച്ച് ഇട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് കിട്ടാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ സമർപ്പണം ശരിയാകുന്നില്ല. നാം സമർപ്പിച്ചാൽ മാത്രമേ ദൈവത്തിന് ഇത് നമ്മുടെ കരങ്ങളിൽ എത്തിച്ചു തരാനായിട്ട് പറ്റത്തുള്ളൂ. ദൈവം പറയാണ്, ഒരു കണ്ണും ഇത് കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു മനസ്സും മനസ്സിലാക്കിയിട്ടില്ല, തനിക്ക് സമർപ്പിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നത്. പരിശുദ്ധ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് കാണുക. ഈശോ കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന നാമം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമമല്ലേ? എത്രയോ ദേവാലയങ്ങൾ മേരി എന്നുള്ള പേര് അഭിമാനത്തോടെ ഇടുന്ന സഹോദരിമാർ, അമ്മമാർ, പെൺകുട്ടികൾ കാണുക. എത്രമാത്രം ദൈവം അവളെ ഉയർത്തി. ഇന്നും അവൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മെഡ്ജുഗോറി എന്ന് പറയുന്ന സ്ഥലത്ത്, യൂറോപ്പിലെ ബോസ്നിയ എന്ന് പറയുന്ന സ്ഥലത്ത്, മെഡ്ജുഗോറി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടാൻ ദൈവം അവൾക്ക് അനുവാദം കൊടുത്തിരിക്കുന്നു. എന്താ കാരണം? ഇതാ കർത്താവിൻ്റെ ദാസി ഉറച്ചു നിന്നു, അവസാനം വരെ ഉറച്ചു നിന്നു. ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് പ്രകൃതി പോലും അലറി വിളിക്കുകയാണ്. കൊടുങ്കാറ്റടിക്കുന്നു, ഭൂമി കുലുങ്ങുന്നു, പാറകൾ പിളരുന്നു, കല്ലറകൾ തകരുന്നു, സകലതും പിളരുകയാണ്. ഈ സമയത്ത് ഒരാൾ മാത്രം പിളരാതെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, മോനെ ഞാൻ കൂട്ടുണ്ട് മോനെ, നീ ഒറ്റയ്ക്കല്ല, അമ്മ ഇവിടെ ഉണ്ട്. യേശു ഇതിൻ്റെ ഇടയ്ക്ക് നിലവിളിക്കുന്നുണ്ട്, ഏലി ഏലി ലാമാ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? ആ സമയത്ത് അമ്മ താഴെന്ന് പറയുന്നുണ്ട്, മോനെ ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ അമ്മ കൂടെയുണ്ട്. ഏതമ്മച്ചിയും ബോധം കെട്ട് പോകേണ്ട സമയമാണ്. അമ്മമാര് ബോധം കെട്ട് താഴെ കിടക്കും ഇതുപോലെ മകനെ അടിക്കുന്നത് കണ്ടാൽ, ഇതുപോലെ മകനെ കുരിശിത്തറയ്ക്കുന്നത് കണ്ടാൽ. പക്ഷെ അമ്മ സമർപ്പണത്തിൻ്റെ ബലത്തിൽ ഈശോയുടെ കൂടെ നിന്നു. പ്രിയപ്പെട്ടവരെ, രക്ഷാകര കർമ്മം പൂർത്തിയാക്കാൻ അതിടയായിത്തീരുകയും ചെയ്തു. ഈശോ ഈ അമ്മയെ നമുക്ക് തരികയും ചെയ്തു. ദൈവം വിളിക്കുകയാണ്. സമർപ്പണത്തിൽ ഉറങ്ങിപ്പോയ ഓരോരുത്തരും ഇന്നത്തെ വചനം തിരുവചന ശുശ്രൂഷയിൽ എഴുന്നേറ്റ് വരണം. യേശുവിന് മുമ്പിൽ ഇപ്പോൾ ശാലോം ടിവിയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കണം. യേശുവിനോട് പറയണം, യേശുവേ ഞാൻ ഒത്തിരി ഉറങ്ങിപ്പോയ വ്യക്തിയാണ്, ഞാൻ പുറകോട്ട് പോയ വ്യക്തിയാണ്, ഞാൻ മടങ്ങി വരുന്നു, എൻ്റെ പാപങ്ങൾ പൊറുക്കണം, എൻ്റെ അലസതയ്ക്ക് മാപ്പ് തരണം, എൻ്റെ സമർപ്പണമില്ലായ്മ എന്നോട് പൊറുക്കണം, എന്നെ ഒരിക്കൽ കൂടെ തീപിടിപ്പിക്കണം, അഗ്നിയാക്കി മാറ്റണം, അഭിഷേകം കൊണ്ട് നിറയ്ക്കണം. വിശുദ്ധ കുർബാന എന്ന തീക്കട്ട ഞാൻ നാളെ യോഗ്യതയോടെ പോയി സ്വീകരിക്കും പ്രഭാതത്തിൽ. എന്നിലേക്ക് അഗ്നിയായി നീ കടന്നു വരണമേ. നല്ല ദൈവമേ, സമർപ്പണത്തിൽ ഉറങ്ങിപ്പോയ ഓരോ മകനെയും മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ആണിപ്പാടുള്ള കര നീട്ടി തൊടണമേ, അഭിഷേകം ചെയ്യണമേ, ബലപ്പെടുത്തണമേ, അവരെ പൊക്കിയെടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.